ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ പണമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം എന്നാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ മിക്ക ആളുകൾക്കും പണമില്ലാത്തതല്ല പ്രശ്നം. മറിച്ച് അബണ്ടൻസ് അല്ലെങ്കിൽ ഐശ്വര്യം സ്വീകരിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്കില്ല എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പണം വന്നാലും അത് നിൽക്കാത്തത്. അതായത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് വലിയ വീടില്ല, അല്ലെങ്കിൽ ജോലിയില്ല, അങ്ങനെ പരാതികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടും പലപ്പോഴും പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തതെന്ന്? മാത്രമല്ല, നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പലരുടെയും വലിയ വിഷമം വലിയ സക്സസ് കിട്ടിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത മാത്രം ബാക്കി നിൽക്കുന്നു എന്നതാണ്. നമ്മൾ ഈ റിയാലിറ്റി ഒന്ന് ആഴത്തിൽ നോക്കിയാൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അബണ്ടൻസ് ഉണ്ട്. പക്ഷേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കൊണ്ടോ അല്ലെങ്കിൽ വിശ്രമമില്ലാതെ പണിയെടുത്തത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങളുടെ അലൈൻമെന്റ് ആണ് ഇവിടെ പ്രധാനം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ടെക്നിക്സ് ഒന്നുമല്ല, പകരം വളരെ ലളിതമായ, ചിലപ്പോൾ കേൾക്കുമ്പോൾ ബോറടിപ്പിക്കുന്നതെന്ന് തോന്നിക്കാവുന്ന 7 ചെറിയ ശീലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഓർക്കുക, ഈ ചെറിയ ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകണോ അതോ നിങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ആദ്യം തിരുത്തേണ്ട ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. സമൃദ്ധി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? വലിയ ബാങ്ക് ബാലൻസ് ആണോ, അതോ ലക്ഷറി കാറാണോ, അതോ വീടോ? തീർച്ചയായും അവയൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് മാത്രമാണോ സമൃദ്ധി? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം ഒരു സമൃദ്ധിയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം അതും ഒരു സമൃദ്ധിയാണ്. നിങ്ങളുടെ സന്തോഷം, നല്ല സുഹൃത്തുക്കൾ, നിങ്ങളുടെ ആരോഗ്യം, ഇതെല്ലാം സമൃദ്ധിയുടെ പല രൂപങ്ങളാണ്. നമ്മൾ പണത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ അറിയാതെ ഒരു ഇല്ലായ്മയുടെ ചിന്താഗതിയിലേക്ക് വീണുപോകുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ ആകർഷിക്കുന്ന 7 ശീലങ്ങളെ കുറിച്ച് പറയാം. നമ്മുടെ ഒന്നാമത്തെ ശീലം ഇതാണ്: സമൃദ്ധിയെ എല്ലായിടത്തും കാണാൻ തുടങ്ങാം. നമ്മൾ എപ്പോഴാണോ അബണ്ടൻസ് എന്നാൽ വെറും മണി മാത്രമാണെന്ന് ചിന്തിക്കുന്നത്, അപ്പോൾ തന്നെ നമ്മൾ ഇല്ലായ്മ അഥവാ ദാരിദ്ര്യ ചിന്താഗതിയിലേക്ക് മാറുകയാണ്. പണം എന്നത് ഐശ്വര്യത്തിൻ്റെ ഒരു രൂപം മാത്രമാണ്, അതിൻ്റെ ഉറവിടമല്ല. നമ്മൾ പലപ്പോഴും എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല എന്ന് പരാതി പറയാറില്ലേ? എന്നാൽ ഒന്ന് കണ്ണ് തുറന്ന് നോക്കൂ, നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കൂ. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമുക്ക് കിട്ടുന്ന സ്നേഹം, ഇതൊക്കെ സമൃദ്ധിയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇന്ന് ഈ ടെക്നോളജിയിലൂടെ നിങ്ങൾ കാണുന്നില്ലേ? ഇതും അബണ്ടൻസ് ആണ്. നമ്മൾ എപ്പോഴാണോ ഈ ചെറിയ കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ നമ്മുടെ മൈൻഡ് അബണ്ടൻസുമായിട്ട് അലൈൻ ആകുന്നു. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്ന ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് തന്നെ എടുക്കുക. 20 അല്ലെങ്കിൽ 30 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത സാങ്കേതിക വിദ്യയാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇതും ഒരു സമൃദ്ധിയാണ്. നിങ്ങൾ എപ്പോഴാണോ ഇല്ല എന്നതിലേക്ക് നോക്കുന്നത് നിർത്തുകയും ഉണ്ട് എന്നതിലേക്ക് നോക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങും. നിങ്ങൾ ഒരു കുറവുമുള്ള വ്യക്തിയല്ല. ഈ ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ പണം നിങ്ങളെ തേടി വരും. പണത്തിന് പിന്നാലെ ഭ്രാന്തമായി ഓടുന്നവരിൽ നിന്നും പണം അകന്നു പോവും. എന്നാൽ താൻ സമൃദ്ധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരിലേക്ക് പണം കാന്തം പോലെ ആകർഷിക്കപ്പെടും. ഇനി രണ്ടാമത്തെ ശീലം വളരെ പവർഫുൾ ആണ്: നൽകാനുള്ള മനസ്സ് വളർത്തുക. അതായത് ബോധപൂർവമായ പങ്കുവെക്കൽ. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ തന്നെ പണമില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നൽകുക എന്ന്. എൻ്റെ കൂട്ടുകാരെ, നൽകുക എന്നത് പണത്തിൻ്റെ മാത്രം കാര്യമല്ല, പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമുണ്ട്, കർമ്മബലം. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് നമുക്ക് തിരികെ ലഭിക്കും. ഇതാണ് ലോ ഓഫ് കർമ്മ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകി തുടങ്ങാം. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മറ്റുള്ളവർക്ക് നൽകി തുടങ്ങാം. നിങ്ങൾക്ക് പണം വേണോ? എന്നാൽ ഉള്ളതിൽ നിന്നും ഒരു ചെറിയ ഭാഗം
പാവപ്പെട്ടവർക്ക് നൽകുക. അതൊരു 10 രൂപയായാലും മതി. ആ 10 രൂപ നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഇത് നൽകാൻ തക്ക സമൃദ്ധി എനിക്കുണ്ട് എന്നതാണ്. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണത്തെ കൊണ്ടുവരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുള്ളതാണ്. പണം മാത്രമല്ല, നിങ്ങളുടെ സമയം കൊടുക്കാം, അറിവ് പങ്കുവെക്കാം, ഒരാളെ ഒന്ന് പുഞ്ചിരിയോടെ നോക്കാം. നിങ്ങൾ നൽകുന്ന ഓരോ കാര്യവും 10 ഇരട്ടിയായിട്ട് നിങ്ങളേക്ക് തിരിച്ചു വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് പണമായിട്ടായാലും നിങ്ങളുടെ സമയമായിട്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ അറിവാകാം. നിങ്ങളുടെ സ്നേഹം നൽകിയാൽ സ്നേഹം തിരിച്ചു കിട്ടും, സപ്പോർട്ട് നൽകിയാൽ സപ്പോർട്ട് തിരിച്ചു കിട്ടും. ഇനി 3ാമത്തെ ശീലം, നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യുക. അന്നേ ദിവസം നടന്ന 3 നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. അതൊരു പക്ഷേ നല്ലൊരു ചായ കുടിച്ചതാകാം, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ സഹായിച്ചതാകാം. നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം നന്ദി പറയാനുള്ള അവസരങ്ങൾ പ്രപഞ്ചം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ഒന്ന് മാറ്റിക്കൂടെ? ബില്ലുകൾ അടയ്ക്കുമ്പോൾ അയ്യോ പണം പോകുന്നല്ലോ എന്ന് വിചാരിക്കാതെ, ഈ പണം നൽകാൻ എനിക്ക് സാധിച്ചല്ലോ, അതിലൂടെ എനിക്ക് ഈ സേവനം കിട്ടിയല്ലോ എന്ന് ചിന്തിച്ചു നോക്കൂ. പണം എന്നത് വെറും കടലാസല്ല, അതൊരു എനർജിയാണ്. നിങ്ങൾ അതിനെ ബഹുമാനിക്കുമ്പോൾ അത് നിങ്ങളെയും സ്നേഹിക്കും. അപ്പോൾ ഇതൊരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. നല്ല ആരോഗ്യം, കുടുംബം, അറിവ്, ഇതിനൊക്കെ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ദൈവത്തിനോടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോടോ നന്ദി പറയുക. പണത്തിന്റെ കാര്യത്തിൽ ഇത് വേണം. പണം കയ്യിൽ വരുമ്പോഴും അത് ചെലവാക്കുമ്പോഴും നന്ദിയോടെ ചെയ്യുക. കാരണം ആ പണം നിങ്ങൾക്കൊരു സർവീസ് നൽകിയിട്ടാണ് പോകുന്നത്. ഇനി 4ാമത്തെ ശീലം, പണത്തോടുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റുക. പലരുടെയും മനസ്സിലൊരു ധാരണയുണ്ട്, പണം വരുന്നത് മോശമാണ് അല്ലെങ്കിൽ പണക്കാർ കള്ളന്മാരാണെന്ന്. ഉള്ളിൽ പണത്തെ വെറുക്കുകയും പുറത്ത് പണം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവില്ല. നിങ്ങൾക്ക് പണം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ആളുകളെ സഹായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പണത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ പഴയ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി അത് മാറ്റാൻ ശ്രമിക്കുക. ഇനി 5ാമത്തെ ശീലം, ദിവസവും കുറച്ച് സമയം സ്വയം തിരിച്ചറിയാൻ മാറ്റിവെക്കുക. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫോൺ നോക്കുന്നു, ജോലി ചെയ്യുന്നു, സംസാരിക്കുന്നു. ഇതിനിടയിൽ ഞാൻ ആരാണെന്ന് അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. ദിവസവും ഒരു 10 മിനിറ്റ് നിശബ്ദമായിട്ടിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ആ നിമിഷം നിങ്ങൾ മനസ്സിലാകും, പുറത്തുള്ള ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടെന്ന്. ആ സമാധാനത്തിൽ നിന്നും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും വിജയമായിട്ട് മാറും. ഇനി 6ാമത്തെ ശീലം, നിങ്ങളുടെ മനസ്സിന് എന്ത് നൽകുന്നുവെന്ന് ശ്രദ്ധിക്കുക. ശരീരം നന്നായിരിക്കാൻ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കാറില്ലേ? അതുപോലെയാണ് മനസ്സും. രാവിലെ എഴുന്നേറ്റ ഉടനെ നെഗറ്റീവ് വാർത്തകൾ കാണുന്നതും ഗോസിപ്പുകൾ കേൾക്കുന്നതും നിങ്ങളുടെ എനർജി കുറയ്ക്കും. അതിനു പകരം ഇൻസ്പിറേഷൻ നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക, നല്ല വീഡിയോസ് കാണുക, നിങ്ങളുടെ ചുറ്റും പോസിറ്റീവായ ആളുകളെ മാത്രം നിർത്താൻ ശ്രമിക്കുക. അതായത് നല്ല മനുഷ്യരോടൊപ്പം സമയം ചിലവാക്കുക എന്നത്. നമ്മുടെ ചിന്തകളെ ശുദ്ധമായിട്ട് വെച്ചാൽ മാത്രമേ നല്ല ഐഡിയകളും അവസരങ്ങളും നമ്മളിലേക്ക് വരൂ. ഇനി 7ാമത്തെ ശീലം, ഭയത്തിന് പകരം ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ശീലം ഇതാണ്. പല ആളുകളും പരാജയപ്പെടുന്നത് ഇവിടെയാ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പക്ഷേ പ്രവർത്തിക്കില്ല. അബണ്ടൻസ് വരണമെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത് നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ പേടി ഉണ്ടാവരുത്. പേടി ചെയ്യുന്ന കാര്യങ്ങൾ വഴി പണം വന്നാലും അധികം നാളും നിലനിൽക്കില്ല. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും തിരിച്ചറിഞ്ഞ് ലോകത്തിന് നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അബണ്ടൻസ് സ്വാഭാവികമായും നിങ്ങളെ തേടി വരും. പലരും ജോലി ചെയ്യുന്നത് പണം തീരുമോ എന്ന പേടി കൊണ്ടാണ്. അതിനു പകരം നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തുക. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എങ്ങനെ മറ്റുള്ളവർക്ക് മൂല്യം നൽകാം എന്ന് ചിന്തിക്കാം. നിങ്ങൾ ഭയമില്ലാതെ സ്നേഹത്തോടെ ജോലി ചെയ്യുമ്പോൾ പണം അതിൻ്റെ പിന്നാലെ വന്നോളൂ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, സമൃദ്ധി എന്നത് എവിടെയോ ദൂരെയുള്ള ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ ഈ 7 ശീലങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതൊരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കൊണ്ട് മാറുന്ന ഒന്നല്ല, ഇതൊരു ജീവിതശൈലിയാണ്.
ഓർക്കുക, നിങ്ങൾ ജനിച്ചത് ഒരു കുറവുള്ള വ്യക്തിയായിട്ടല്ല, മറിച്ച് സമൃദ്ധിയുടെ ഭാഗമായിട്ടാണ്. ആ സത്യം ഇന്നു മുതൽ വിശ്വസിച്ച് തുടങ്ങുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്